ഒക്ടോബർ 10-ന് ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം 590 തവണയാണ് ഇസ്രയേൽ അത് ലംഘിച്ചത്. ഇസ്രയേൽ കൊന്നൊടുക്കിയവരുടെ എണ്ണം വർദ്ധിച്ചു. അത് 70,000 കടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ഭാഗികമായി സൈന്യത്തെ പിൻവലിക്കാനും സഹായം അനുവദിക്കാനും 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ കൈമാറാനും ധാരണയായിരുന്നു. എന്നാൽ ഇസ്രയേൽ അതിൽ മിക്കതും ലംഘിച്ചു. വെടിനിർത്തൽ 1 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന പ്രഖ്യാപനവും നെതന്യാഹു നടത്തി. വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഗസൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോഴും സമാധാനം എന്നത് ശാശ്വതമല്ല. ഏതു സമയം വേണമെങ്കിലും ഇസ്രയേലി സൈന്യത്തിന്റെ വെടിയുണ്ടകൾ തങ്ങളെ തേടിയെത്തിയേക്കാമെന്ന ആശങ്ക അവരെ വിട്ടുപോയിട്ടില്ല. ആകെ വന്ന മാറ്റം മരണസംഖ്യ വർദ്ധിച്ചു എന്നത് മാത്രമാണ്. US മുന്നോട്ട് വെച്ച UN സുരക്ഷാ കൗൺസിലിന്റെ പിന്തുണയുള്ള സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം ഗസയുടെ യുദ്ധാനന്തര ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ടെക്നോക്രാറ്റുകളുടെ താൽക്കാലിക ഭരണസമിതി ഗസയുടെ ഭരണം ഏറ്റെടുക്കുക എന്നതായിരുന്നു ഈ ഘട്ടം. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ബോർഡ് ഓഫ് പീസ് എന്ന ബഹുരാഷ്ട്ര സംഘം മേൽനോട്ടം വഹിക്കും. സുരക്ഷയും സൈനികവൽക്കരണവും ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് കൈകാര്യം ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇസ്രയേലിൽ അഴിമതി കേസ് ഉൾപ്പെടെ നേരിടുന്ന നെതന്യാഹു തന്റെ പ്രധാനമന്ത്രി പദം സംരക്ഷിക്കാനുള്ള ഉപകരണമായിട്ടാണ് ഗസയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗസയുടെ ഭാവി എന്താകുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഗസയിൽ ആക്രമണം തുടരുന്നതിന് സമാന്തരമായി വെസ്റ്റ് ബാങ്കിലും അവർ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്.